ക്ലാസ് 9th ഇപ്പോൾ പീരിയോഡിക് ടെസ്റ്റിനുള്ള ഒരു ചാപ്റ്ററാണ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അത് കുറച്ച് കൺഫ്യൂസിങ് ആണ് പിള്ളേർക്ക്. അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റുകൾ നിങ്ങൾ ആദ്യമേ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ടെക്സ്റ്റ് നല്ല വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് വീണ്ടും ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു ലോ ഉറപ്പായിട്ട് ചോദിക്കും. പിന്നെ ഉള്ളത് ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയാണ്. അതും കാണാതെ പോസ്റ്റ്ലേറ്റ്സ് അതുപോലെ പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ പഠിക്കാനുള്ളത് നിങ്ങൾക്ക് വാലൻസിയാണ്. വാലൻസി എളുപ്പത്തിൽ എഴുതാനുള്ള ഒരു വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തൊരു നല്ല മെത്തേഡാണ്. കാരണം ഏകദേശം നിങ്ങൾക്ക് വേണ്ട എല്ലാ അയോൺസും റാഡിക്കൽസും ആ ഒരു ട്രിക്കിലുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റിംഗ് ദ കെമിക്കൽ ഫോർമുല എങ്ങനെയാണെന്നുള്ളത് അറിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 10th നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ബാലൻസിൻ്റെ ഇക്വേഷനാണ് ഫസ്റ്റ് ചാപ്റ്റർ. അതിന് നിങ്ങൾക്ക് കെമിക്കൽ ഫോർമുല എഴുതിയേ പറ്റുള്ളൂ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. തന്നെയല്ല, ഇനിയിപ്പോൾ കെമിക്കൽ ഫോർമുല അവർ ചോദിച്ചില്ലെങ്കിലും മോളിക്കുലർ മാസ്, ഫോർമുല യൂണിറ്റ് മാസ് ചോദിക്കും. അവിടെ നിങ്ങൾക്ക് കെമിക്കൽ ഫോർമുല എഴുതിയാലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. നല്ല വൃത്തിയായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. താങ്ക് യു.